പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോട്ടുംപാടം. ഒരു മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ഒരു വിഷയം പറഞ്ഞ് വിതുമ്പി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു. അത് കണ്ടപ്പോൾ മറ്റൊരു സംഘടനയിലെ സമുന്നതനായ നേതാവും പണ്ഡിതനുമായ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്ത്. ഇത് രണ്ടും ഉണ്ടായപ്പോൾ അതിനെയും വിമർശിക്കുന്ന പല ആളുകളെയും കണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ സമൂഹത്തോട് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ പറയുന്നത് പോലെ കേൾക്കേണ്ടവർക്ക് കേൾക്കുക, അല്ലാത്തവർക്ക് തട്ടിമാറ്റി പോകട്ടോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് സുന്നി കൈരളിയിൽ വലിയ ചർച്ചകൾക്കും ശുഭപ്രതീക്ഷകൾക്കും വഴി തുറന്ന ചില വൈകാരികമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. സുന്നി പ്രസ്ഥാനത്തിലെ പിളർപ്പിനെക്കുറിച്ച് ഓർത്ത് പൊതുവേദിയിൽ വിതുമ്പിക്കരഞ്ഞ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിന് പിന്തുണയുമായി സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയതോടെ ഒരുപക്ഷെ ചരിത്രപരമായ ഒരു സുന്നി ഐക്യത്തിലേക്കാണോ ഈ നീക്കങ്ങൾ വഴിമാറുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിലെ സുന്നി വിഭാഗം രണ്ട് ചേരികളായി പിരിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കാന്തപുരവും തമ്മിലുണ്ടായ ആ അകൽച്ചയെക്കുറിച്ച് വളരെ വൈകാരികമായാണ് കാന്തപുരം ഉസ്താദ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ രണ്ടുപേരും അകന്നു പോയാൽ മാത്രമേ ബിദ്അത്തുകാർക്ക്, അതായത് മതനവീകരണവാദങ്ങൾക്ക് ഇവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചിലരാണ് ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. നീണ്ട 5 പതിറ്റാണ്ടുകാലം സമസ്തയെ നയിച്ച ശംസുൽ ഉലമയെ ഓർത്ത് കാന്തപുരം വിതുമ്പിയപ്പോൾ അത് കേവലം ഒരു വൈകാരിക പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് സമുദായത്തിൽ ഉണ്ടായ ഭിന്നിപ്പിൻ്റെ ആഴത്തിലുള്ള സങ്കടം കൂടിയായിരുന്നു. ഈ വാക്കുകളെ അതേ ഗൗരവത്തോടെയും സൗഹൃദത്തോടെയും സ്വീകരിച്ചിരിക്കുകയാണ് സമസ്ത ഇ.കെ. വിഭാഗത്തിൻ്റെ മുതിർന്ന നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. 4 പതിറ്റാണ്ടുകാലം സമസ്തയുടെ പോഷക സംഘടനകളിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഈ ഭിന്നിപ്പ് മതനവീകരണവാദികൾക്ക് നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോഴും ഇരുവിഭാഗവും ഒരുമിച്ച് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ചില ബാഹ്യമായ ഇടപെടലുകളാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സൗഹൃദം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല. 3 വർഷം മുമ്പ് ഇരുവിഭാഗം നിശ്ചയിച്ച 4 പേർ വീതമുള്ള പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയാണ് ഇന്ന് ഈ കാണുന്ന സൗഹൃദ അന്തരീക്ഷം രൂപപ്പെട്ടത്. അതിലുപരി ഉത്തര കേരളത്തിലെ സമുന്നതനായ ഒരു സയ്യിദിൻ്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗത്തിനുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നത് ഏറെ ശുഭസൂചനയാണ് എന്നും സുന്നി ആദർശം സംരക്ഷിക്കുക എന്ന സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ ഏകീകരണം അനിവാര്യമാണ് എന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഈ നീക്കങ്ങളെയും നേതാക്കളുടെ വൈകാരികമായ പ്രതികരണങ്ങളെയും ഒരുപോലെ വിമർശിക്കുന്നവരും സമുദായത്തിൻ്റെ അകത്തുണ്ട്. ഇത്രയും കാലം മണികളെ തമ്മിലടിപ്പിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് കണ്ണീരൊഴുക്കുന്നത് എന്തിനാണ്? ഇതൊരു രാഷ്ട്രീയ നാടകമല്ലേ? പതിറ്റാണ്ടുകളായി സ്ഥാപനങ്ങളും പള്ളികളും പിടിച്ചെടുക്കാൻ നടന്ന തർക്കങ്ങൾക്ക് ആര് പരിഹാരം കാണും എന്നിങ്ങനെ നീളുന്നതാണ് വിമർശകരുടെ ചോദ്യങ്ങൾ. വസ്തുതാപരമായി നോക്കിയാൽ ഈ വിമർശനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി താഴെത്തട്ടിലുള്ള അണികൾ അനുഭവിച്ച മാനസികവും സാമൂഹികപരമായ അകൽച്ച വളരെ വലുതാണ്. എന്നാൽ ഈ വിമർശകർ മനസ്സിലാക്കേണ്ട ചില കാര്യഗൗരവമുള്ള വസ്തുതകളുണ്ട്. കാലം ആവശ്യപ്പെടുന്നൊരു മാറ്റം. ഭൂതകാലത്തെ തർക്കങ്ങളിൽ തന്നെ തൂങ്ങിപ്പിടിച്ച് കടന്നാലേ സമുദായത്തിന് ഭാവി പ്രവചിക്കാനാകില്ല. നേതാക്കൾ തങ്ങളുടെ തെറ്റുകളോ വീഴ്ചകളോ പരസ്യമായി സമ്മതിക്കാനും അത് തിരുത്താനും തയ്യാറാകുന്നത് ഒരു പോസിറ്റീവ് നീക്കമായിട്ട് തന്നെ അതിനെ കാണേണ്ടതുണ്ട്. കാരണം 40 വർഷം മുമ്പുള്ളൊരു സാഹചര്യമല്ലെന്ന് കേരളത്തിൽ. ഇസ്ലാമോഫോബിയയും സമുദായത്തിനകത്തുണ്ടാകുന്ന വലിയ തോതിലുള്ള മതനവീകരണ ചിന്തകളും യുവാക്കൾക്കിടയിലെ യുക്തിവാദവും എല്ലാം പരസ്പരം പോരടിക്കുന്ന സുന്നി വിഭാഗങ്ങൾക്ക് ഇന്ന് വലിയ വെല്ലുവിളിയാണ്. ശത്രുക്കൾ ഒന്നായി നിൽക്കുമ്പോൾ ആഭ്യന്തര കലഹം ആത്മഹത്യാപരമാണ് എന്ന തിരിച്ചറിവാണ് നേതാക്കളെ ഈ നിലപാടിലേക്ക് എത്തിക്കുന്നത്. തുടക്കം താഴെത്തട്ടിൽ നിന്നല്ല, മുകളിൽ നിന്നാണ്. താഴെത്തട്ടിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം നേതൃത്വം ഒന്നിക്കണം. നേതാക്കൾ തമ്മിൽ ചർച്ചകൾ തുടങ്ങുകയും പരസ്യമായി സൗഹൃദങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അണികൾക്കിടയിലെ ശത്രുത അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു നാടകമല്ല, മറിച്ച് താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യത്തെ അനിവാര്യമായ പടിയാണ്. വിമർശകർ പറയുന്നത് പോലെ ഇതൊരു താൽക്കാലിക വികാര പ്രകടനമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ വാക്കുകൾ.
3 വർഷം മുമ്പ് ഇരു വിഭാഗവും നിശ്ചയിച്ച 4 പേർ വീതമുള്ള പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന സൗഹൃദ അന്തരീക്ഷം രൂപപ്പെട്ടത്. അതിലുപരി ഉത്തര കേരളത്തിലെ സമുന്നതനായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഇരു വിഭാഗത്തിനുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനുള്ള സജീവ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നത് ഏറെ ശുഭസൂചകമാണ്. ഭൂതകാലത്തെ മുറിവുകൾ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങില്ല എന്ന കാര്യം സത്യമാണ്. എന്നാൽ സമുദായത്തിന്റെ കെട്ടുറപ്പിനായി ഇരുവിഭാഗം നേതാക്കളും പരസ്പരം മനസ്സിലാക്കാനും ഒന്നിച്ചിരിക്കാനും ശ്രമിക്കുന്നത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. വിമർശനങ്ങൾ ഉണ്ടാകാം, പക്ഷേ സുന്നി കൈരളിയുടെ ഈ പുതിയ ഐക്യശ്രമങ്ങളെ ശുഭാപ്തി വിശ്വാസത്തോടെ കാണാനാണ് കേരളത്തിലെ ഭൂരിപക്ഷം വിശ്വാസികളും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഇത് യാസിർ പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ 2 ഭാഗം കേട്ടിട്ട് അതിനെ വിമർശിക്കുന്നതും കേട്ടിട്ടാണ്, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഈ വിഷയത്തിലൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ട് അത് പറഞ്ഞു, ഗുണകാംക്ഷയോട് കൂടി പറഞ്ഞതാണ്. എല്ലാവരും ഐക്യപ്പെടേണ്ട ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഉള്ള മണ്ണുമ്മ നിന്ന് തമ്മിൽ തല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പടുകുഴിയിലേക്ക് ചാടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പച്ചക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയട്ടെ, ഐക്യമുണ്ടാകട്ടെ, അതിലൂടെ പുതിയ പുലരികൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.